ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട യൂണിക്കോൺ വണ്ടി. ഒന്ന് രണ്ട് വർക്കുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. മെയിനായിട്ട് നമുക്ക് അതിൻ്റെ ബാക്കിലത്തെ ഷോക്ക് അബ്സറിൻ്റെ ബുഷ് കംപ്ലൈൻ്റ് ഉണ്ട്, ചെയിൻ അടിക്കുന്ന കേസ് പറഞ്ഞിട്ടുണ്ട്, ഫ്രണ്ട് സൗണ്ട് അതായത് കോൺസെപ്റ്റ് അടിക്കുന്ന കേസ് പറഞ്ഞിട്ടുണ്ട്, ബ്രേക്ക് പെഡൽ ലൂസ്. ഈ 3 കേസുകളാണ് മെയിനായിട്ട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മളതിൻ്റെ ബാക്കിലത്തെ ഷോക്ക് അബ്സർ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യണം. അതിൻ്റെ ബുഷ് പോയേക്കണാണ്, ഷോക്ക് അബ്സറിൻ്റെ കംപ്ലൈൻ്റ് അല്ല, ബുഷാണ് കംപ്ലൈൻറ്റ് വന്നതാണ് കേട്ടോ. ഈ ബുഷ് കംപ്ലൈൻറ്റ് വന്നിട്ടാണ് ആ പ്രോബ്ലം, ആ ഷെയ്ക്ക് കാണിക്കുക. അപ്പോൾ നമുക്ക് ആ ബുഷ് ഒന്ന് ചേഞ്ച് ചെയ്തിടാം. മുകളിലത്തെ ബുഷിന് വേറെ തേമാനമില്ല, അടിയിലത്തെ മാത്രം മാറ്റിയിട്ടാൽ മതി. പിന്നെ അത് കൂടാതെ നമുക്ക് അതിൻ്റെ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ പെഡൽ ചെറിയൊരു കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട്, അത് ലൂസായിട്ട് കാണിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇത് ആദ്യമേ കംപ്ലയിൻറ്റ് വന്നിട്ട് ഒരു പ്രാവശ്യം നമ്മൾ ത്രെഡൊക്കെ ചെയ്ത് ഇട്ടായിരുന്നതാണ്. കാരണം ഇതിൻ്റെ ഫുട് റെസ്റ്റ് ബ്രാക്കറ്റുമ്പോൾ ഈ പിന്ന് മോൾഡ് ചെയ്ത് ഈ കണ്ടീഷനിൽ മോൾഡ് ചെയ്ത് വരാം. അത് കുറേ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അവിടെ ലൂസ് വന്നിട്ട് പ്ലേ കാണിച്ചപ്പോൾ ഒരു പ്രാവശ്യം ബോൾട്ട് ചെയ്ത് ത്രെഡ് ചെയ്ത് നിർത്തിയതാണ്. അത് കംപ്ലയിൻറ്റ് വന്നത് അവിടെ വെച്ച് ഒടിഞ്ഞു പോയിട്ട് വീണ്ടും അതൊരു കംപ്ലയിൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി നമുക്കിത് ലെയ്ത്തിൽ തന്നെ കൊടുത്തൊന്ന് ഡ്രിൽ ചെയ്ത് വീണ്ടും ത്രെഡ് ചെയ്ത് അതൊന്ന് പിടിപ്പിക്കാം. ഒരു ശാശ്വത പരിഹാരം എന്നൊന്നും പറയാൻ പറ്റില്ല, താൽക്കാലിക ആശ്വാസം. കാരണം ഒരു 10ൻ്റെ ബോൾട്ടാണ് നമുക്ക് അതിനകത്ത് പിടിപ്പിക്കാൻ പറ്റുള്ളൂ, ഇടാൻ പറ്റുള്ളൂ. 10ൻ്റെ ബോൾട്ടിൻ്റെ തിക്നെസ് അറിയാലോ, അതിനുള്ള വെയിറ്റ് ഉണ്ടാവുള്ളൂ. നമ്മൾ ബ്രേക്ക് നല്ല രീതിയിൽ ലോഡ് ചെയ്ത് പിടിക്കുമ്പോൾ കുറേ പ്രാവശ്യം ആകുമ്പോൾ അത് പൊട്ടിപ്പോകാനായിട്ടുള്ള സാധ്യതയൊക്കെ നിലവിലുണ്ട്. അതല്ലെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞാൽ ഈ ഒരു യൂണിറ്റ് ഇതേപോലെ മേടിച്ച് നമ്മൾ മാറ്റി സെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. എന്നാലാണ് അതൊരു ശാശ്വത പരിഹാരം എന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് ചെയിൻ അടിക്കണ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ചെയിൻ നമുക്കൊന്ന് ടൈറ്റ് ചെയ്യാനുണ്ട്, അത്യാവശ്യം ലൂസ് ഉണ്ട്. പിന്നെ ഫ്രണ്ട് ഫോർക്കിൻ്റെ ഭാഗത്തുനിന്ന് സൗണ്ട് കോൺസെപ്റ്റിൻ്റെ ആണ്. തൽക്കാലം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കി, അഡ്ജസ്റ്റ് ചെയ്തെങ്കിലും 100% പെർഫെക്റ്റ് അല്ല. കാരണം എന്ന് വെച്ചാൽ ചെറിയൊരു അടിയുണ്ട്, ടൈറ്റും കാണിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ടൈറ്റ് ആവുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് 100% അടി മാറ്റാൻ പറ്റില്ല. കാരണം ഞാൻ ടൈറ്റ് വരുന്നാൽ പിന്നെ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല, ഹാൻഡിൽ തന്നെ ബലമായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രോബ്ലം മാറണമെന്നുണ്ടെങ്കിൽ 100% ഇപ്പോൾ ഏറെക്കുറെ റെഡി ആയിട്ടുണ്ട്. പക്ഷേ 100% മാറണമെങ്കിൽ നമുക്ക് ഈ സൈഡിൽ അഴിച്ചിട്ട് ഇവിടുത്തെ ബെയറിങ് ചേഞ്ച് ചെയ്തിട്ട് റീസെറ്റ് ചെയ്യണം. കാരണം ഞാൻ അത് കുറേ കഴിയുമ്പോഴത്തേക്കും കംപ്ലയിൻറ്റ്സ് വരും ആ ഭാഗങ്ങൾ. കാരണം ഏറ്റവും കൂടുതൽ ലോഡ് എടുക്കുന്നതും മൂവ്മെൻറ്റുള്ള പാർട്സുകളാണ് ആ ഭാഗം, ആ വന്ന ഭാഗമൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോബ്ലംസാണ്. ഷോക്കിൻ്റെ ആയാലും ബ്രേക്കിൻ്റെ ആയാലും കോൺസെപ്റ്റ് ആയാലും വന്ന സംഭവങ്ങൾ അതാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ യൂസേജും കൂടുതലാണ്, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ലോഡ് കൊടുക്കുന്ന ഭാഗങ്ങളാണ്. ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞാണ്. അപ്പോൾ ഞാൻ വേറെ ജനറലായിട്ട് സർവീസോ വേറെ കംപ്ലയിൻസുകളൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഈ പറഞ്ഞിരിക്കുന്ന വർക്കുകൾ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. എന്തായാലും വണ്ടി ഒരു 2:30-3 മണിക്ക് ആവും കംപ്ലീറ്റ് ചെയ്ത് കിട്ടുമ്പോഴത്തേക്കും കേട്ടോ. കാരണം ലെയ്ത്തിൽ കൊടുത്ത് ചെയ്യേണ്ട വർക്കുണ്ട്. അപ്പോൾ അതുകൂടി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒരു 3 മണി 3:30 ആവാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ എന്തെങ്കിലും വിളിച്ചോളാം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസൊക്കെ വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം. വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ.